ഏത് രാജ്യത്തിൻ്റെയും അമൂല്യമായ സമ്പത്തും ഭാവിയുടെ വാഗ്ദാനങ്ങളുമാണ് കുട്ടികൾ. എല്ലാ രാജ്യങ്ങളും കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഒട്ടനവധി പദ്ധതികളും പരിപാടികളുമാണ് ആസൂത്രണം ചെയ്യുന്നത്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ഐക്യരാഷ്ട്രസഭയും ഇന്ത്യൻ ഭരണഘടനയും കുട്ടികളുടെ ക്ഷേമത്തിനായി നിരവധി നിയമനിർമ്മാണങ്ങളും ഉടമ്പടികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. 1924 സ്വിറ്റ്സർലാൻഡിലെ ജനീവ പ്രഖ്യാപനം, ജനീവ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, കുട്ടികൾക്കും മനുഷ്യാവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു. 1959 ഐക്യരാഷ്ട്രസഭ 10 അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് അംഗീകരിച്ചു. എന്നാൽ ഇത് നിയമപരമായ ബാധ്യതയില്ലാത്ത ഒരു രേഖ മാത്രമായിരുന്നു. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായ ശക്തിയുള്ള ഒരു ഉടമ്പടിയുടെ ആവശ്യം വളർന്നു. അങ്ങനെ 1989 ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് നടത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി അഥവാ CRC അംഗീകരിച്ചു. 1959 1989 കുട്ടികളുടെ അവകാശ പ്രഖ്യാപനവും കുട്ടികളുടെ അവകാശ ഉടമ്പടിയും അംഗീകരിച്ച തീയതി എന്ന നിലയിൽ എല്ലാ വർഷവും നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമായി ലോകരാജ്യങ്ങൾ ആചരിക്കുന്നു. കുട്ടികളുടെ അവകാശ ഉടമ്പടി 1990 സെപ്റ്റംബർ 2 പ്രാബല്യത്തിൽ വന്നു. 190-ലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ച ഈ ഉടമ്പടിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗരാജ്യങ്ങൾ അംഗീകരിച്ച മനുഷ്യാവകാശ ഉടമ്പടി. 1992 ഡിസംബർ 11 ഇന്ത്യ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതിനാൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ഈ അവകാശങ്ങൾ ലഭ്യമാക്കാൻ നമ്മുടെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. എന്താണ് കുട്ടി എന്നതിൻ്റെ നിർവചനം? കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആരാണ് കുട്ടി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. CRCയുടെ ലക്ഷ്യം കുട്ടികളെ വ്യക്തികളായി അംഗീകരിച്ച് അവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതാണ്. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ 18 വയസ്സിനു താഴെയുള്ള എല്ലാ വ്യക്തികളെയും കുട്ടികളായാണ് നിർവചിച്ചിരിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ എന്താണ്? സുരക്ഷിത ബാല്യത്തിന് ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെക്കുറിച്ച് കുട്ടികളുടെ അവകാശ ഉടമ്പടി വ്യക്തമാക്കുന്നു. CRCയിൽ 54 ആർട്ടിക്കിളുകൾ ഉണ്ട്. അവ കുട്ടികളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു. കുട്ടികളുടെ അവകാശ ഉടമ്പടി അഥവാ CRC പ്രകാരം കുട്ടികളുടെ അവകാശങ്ങളെ 4 അടിസ്ഥാന വിഭാഗങ്ങളായി തരംതിരിക്കാം. 1 അതിജീവനം അഥവാ സർവൈവൽ, 2 ഉന്നമനം അഥവാ ഡെവലപ്മെന്റ്, 3 സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ, 4 പങ്കാളിത്തം അഥവാ പാർട്ടിസിപ്പേഷൻ. എന്താണ് അതിജീവന അവകാശം? കുട്ടിക്ക് ജനിക്കാനുള്ള, ജീവിക്കാനുള്ള, ആരോഗ്യവാനായി വളരാനുള്ള അവകാശം, പോഷകാഹാരത്തിനുള്ള അവകാശം, കുടിവെള്ളം, ഭക്ഷണം, താമസം, വളർച്ചയ്ക്കാവശ്യമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ ലഭ്യമാകാനുള്ള അവകാശം, തനിമയ്ക്കും ദേശീയതയ്ക്കുമുള്ള അവകാശം എന്നിവയാണ് ഈ ഭാഗം പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. ഉന്നമനത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വികാസം, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ അവകാശങ്ങളാണ് ഉന്നമനാവകാശത്തിൽ പ്രതിപാദിക്കുന്നത്. സംരക്ഷണാവകാശം, ഇക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായും ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, യുദ്ധം, അടിയന്തരാവസ്ഥ തുടങ്ങിയവയിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയെപ്പറ്റി സൂചിപ്പിക്കുന്നു. പങ്കാളിത്ത അവകാശം, കുട്ടികൾക്ക് അവരുടെ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, അവർക്കാവശ്യമുള്ള അറിവ് ലഭ്യമാക്കുക, അവരുടെ കാഴ്ചപ്പാടുകളെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, മതപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുക തുടങ്ങിയ അവകാശങ്ങളെക്കുറിച്ച് ഈ ഭാഗം വിവരിക്കുന്നു. ഇന്ത്യയിലെ സ്ഥിതിയും നിയമങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം.
ഇന്ത്യ CRC ഒപ്പുവെച്ചതിനു ശേഷം കുട്ടികളുടെ അവകാശങ്ങളെ നിയമപരമായി ഉറപ്പാക്കുന്ന നിരവധി നടപടികൾ കൈക്കൊണ്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്. ആർട്ടിക്കിൾ 24 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ തൊഴിൽ മേഖലകളിൽ വിനിയോഗിക്കരുത്. ആർട്ടിക്കിൾ 39 ബാലവേല, ചൂഷണം എന്നിവയുടെ നിരോധനം. ഇത് കൂടാതെ വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് 2029 എല്ലാ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. ബാലവേല നിരോധന നിയമം ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 2016 ഈ നിയമം പരിഷ്കരിച്ചു. ഈ നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിലിൽ ഏർപ്പെടുത്തുന്നത് കുറ്റകരമാണ്. 2012 പോക്സോ ആക്ട് കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനാഥരും അപകടത്തിൽപ്പെട്ടവരും ഉൾപ്പെടെയുള്ള കുട്ടികളുടെ സംരക്ഷണം ഈ നിയമപ്രകാരം ഉറപ്പാക്കുന്നു. 2006 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ബാലവിവാഹങ്ങൾ നിരോധിക്കുന്നു. ഇത്രയേറെ നിയമങ്ങൾ ഉണ്ടായിട്ടും എന്താണ് കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ടു പോകുന്നു എങ്കിലും ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. ദാരിദ്ര്യവും സാമൂഹിക അസമത്വവും, ബാലവേലയും ബാലവിവാഹവും, ലൈംഗിക പീഡനം, ട്രാഫിക്കിംഗ്, യുദ്ധം, കുടിയൊഴിപ്പിക്കൽ, കാലാവസ്ഥാ ദുരന്തങ്ങൾ, വിദ്യാഭ്യാസ നിലവാരത്തിലെ വ്യത്യാസങ്ങൾ. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്ക് എന്താണ്? സർക്കാരും അന്താരാഷ്ട്ര സംഘടനകളും മാത്രമല്ല, മാതാപിതാക്കൾ, അധ്യാപകർ, മാധ്യമങ്ങൾ, പൗരസമൂഹ സംഘടനകൾ എല്ലാവരും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പങ്കാളികളാകണം. കുട്ടികളുടെ ശബ്ദം കേൾക്കുക, അവരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളികളാക്കുക, കുട്ടികളുടെ അവകാശങ്ങൾ ബഹുമാനിക്കുക, ഇവയാണ് യഥാർത്ഥ മാറ്റത്തിന്റെ അടിസ്ഥാനം. കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നത് ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, മനുഷ്യാവകാശത്തിന്റെ ആത്മാവ് കൂടിയാണ്. കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരെ സ്വതന്ത്രരായി ചിന്തിക്കാനും സ്വയം പര്യാപ്തത നേടാനും പ്രാപ്തരാക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ വികസിതമാകുന്നത്.